ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോയാലോ? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്കിന്ന് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ മീൻ പിടിച്ചോണ്ട് വന്ന ആളെ കണ്ടേ? ഒരെണ്ണം കൂടിയുണ്ട്. രാവിലത്തെ കഷ്ടപ്പാടിന്റെ ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ! നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ഇതിനെ പൊരിക്കാം, കറി വെക്കാം, അപ്പൊ സെറ്റാക്കാം. പണി തുടങ്ങി മക്കളെ, എന്റെ ഏട്ടൻ പണി തുടങ്ങി. പിന്നാലെ വരും, കാത്തിരുന്നു. അല്ല, പക്ഷെ നിങ്ങൾ കൊറേ നേരം ഇത് ആയില്ല. മുളക് തിന്നുന്ന പോലെയല്ല, നല്ല പൊളിച്ച് പിടിച്ചാൽ മാത്രം മതി. പിടിച്ചതിനെക്കാട്ടി കഷ്ടപ്പാട് നിങ്ങൾക്ക് ഇത് ആക്കി തരണ്ടേ ഞാൻ. അത് വന്നിട്ട് വേഗം തിന്നാൻ പറ്റും. ഇതെല്ലാം പണിതാ, ഇതെല്ലാം ഇത് ഞാൻ തന്നെ ആകണം, ഒരാള് ഹെൽപ്പ് ചെയ്യില്ല. ഇല്ല, എല്ലാം പൊരിച്ച് കരിച്ച് മേശയിലാക്കി തന്നെ നല്ലോണം തിന്നാനെന്നാ നിനക്ക് ഇതിന്റെ ബാക്കിലെ കഷ്ടപ്പാടെന്ന് അറിയാം. ഇല്ല, കട്ടി ബാക്കി കുക്കിംഗ് ഒക്കെ ഞാൻ തന്നെയല്ലേ നടക്കുന്നത്. അത് ശരി തന്നെ. അല്ല, ഇത് 2026 മോഡലാണോ 2027 കൊണ്ടുവരേണ്ട മോഡലാണോ? എന്ത് പറയാല, കാരണം ഇതെല്ലാം ആക്കി തരേണ്ടത് ഇതിനെല്ലാം കഷ്ടപ്പാട്. തുണിയെല്ലാം നോക്കണ്ട, നല്ല ഐസിട്ട മാർക്കറ്റിൽ പോയിട്ട് ഐസിട്ട് ഒരു മാസത്തെ മീൻ തിന്നതിനേക്കാളും നല്ല ഫ്രഷ്, നല്ല ചോര പറ്റാതെ മീൻ തിന്നണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിക്കണം കേട്ടാ. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യണമെന്ന് പിള്ളേരോട് തന്നെ ചോദിച്ചു കളയാം. അതിനായി നമുക്ക് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. അതിനായി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തോല് കളഞ്ഞെടുക്കാം. പേസ്റ്റ് ആക്കി അരക്കുന്നതിന് നമുക്കൊരു മീഡിയം രീതിയിൽ അരച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി. അതിനിപ്പോ ഇന്ന കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളകാണ് കുറച്ച് നല്ലോണം മുന്നിട്ട് നിൽക്കേണ്ടത്, പുഴ മത്സ്യം കൂടി ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി നമുക്കൊരു കുപ്പിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നല്ലോണം ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. അതിനായി ഒരു പാൻ എടുക്കുക. അത് കല്ല് നല്ലോണം ചൂടായി വന്നു എന്ന് കണ്ടാൽ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതൊന്ന് മറിച്ചിടാവേ. ആദ്യം ഇവർക്കെല്ലാം കൊടുക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? നമുക്കത് പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ. അപ്പനോട് പറയണ്ടേ ഡാൻസ്? അപ്പനോട് ഡാൻസ് പറ. നീ കഴിച്ചോക്കിയാ? ചൂടോടെ കഴിക്കണം, ചൂടോടെ. എല്ലാവരും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മളെ ഇൻസ്റ്റയിലെ രുചി പോയിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.